ഇത് നമ്മൾ പയർ കൃഷിക്ക് വേണ്ട നിലമൊരുക്കിയതാണ് കേട്ടോ. അതിൽ ചാണകപ്പൊടിയും കോഴിവളമൊക്കെ മിക്സ് ചെയ്തിട്ടതാണ്. അതിനുശേഷം നമ്മൾ മുളച്ച് വന്ന പയർ ചെടികൾ നട്ടിരിക്കുകയാണ് കേട്ടോ. അത് അത്യാവശ്യം നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പയർ ചെടികൾ നട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഈ പയർ ചെടി നട്ടതിന് ശേഷം അത്യാവശ്യം നന്നായി നനയ്ക്കുക. അതിനുശേഷം ഒരു 1-1.5 ആഴ്ച ആയി കഴിഞ്ഞിട്ടുള്ള പയർ ചെടിയുടെ ഏകദേശം ഒരു വലിപ്പമാണ് കേട്ടോ. അതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ല ജലസേചനവും നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വള്ളി വീശി തുടങ്ങിയാൽ നമുക്ക് ചെറിയ കമ്പുകളൊക്കെ കുത്തി മുകളിലോട്ട് വള്ളി പടർത്തി വിടാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോ ചെറിയ കമ്പുകൾ ഞാനിങ്ങനെ കുത്തി കൊടുത്തതാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് പിന്നെ ചാരമാണ് വളമായിട്ടിട്ടത്. അപ്പോൾ ചാരം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾക്ക് മണ്ണിൽ വരുന്ന കുറച്ച് കീടങ്ങളെയും കാര്യങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ചാരം തന്നെ മതി കേട്ടോ. ചാരം ഒരു നല്ല വളമാണ്, പ്രത്യേകിച്ച് പയറിന് ചാരം ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നത് ഏകദേശം വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ. രാവിലെ ഇടാറില്ല ഞാൻ, വൈകുന്നേര സമയത്താണ് ചാരമൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയറിൽ പ്രധാനമായിട്ടും ഓരോ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിക്കും. പിന്നെ അതിന് ശേഷം വരുന്ന പ്രധാന വില്ലൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഉറുമ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ ചോണനുറുമ്പ് ഭയങ്കര ശല്യമാണ്. കാരണം ഇത് നമ്മൾ വളർന്നു വരുന്ന ചെറിയ പയറിൻ്റെ പൂക്കളൊക്കെ വന്ന് തിന്നും. പിന്നെ നന്നായിട്ട് ഇത് ഭയങ്കര വെട്ടിയിടും കേട്ടോ. അതായത് ഈ പൂക്കളൊക്കെ വെട്ടിയിടുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മൾ മുഞ്ഞയുടെ ഭയങ്കര ശല്യമാണ് പയറിൽ ഉണ്ടാവുക. മുഞ്ഞയുടെ ശല്യങ്ങൾ അതിന് ഞാനൊരു മാർഗ്ഗം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം മീനെടുത്ത് ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ കറി വയ്ക്കാൻ കൊണ്ടുപോകുന്ന ചെറിയ മീൻ. അതായത് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ നീറിനെ വരുത്തിക്കാൻ വേണ്ടി, പുളിയനുറുമ്പിനെ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം ഞാനിങ്ങനെ മീൻ കെട്ടി തൂക്കിയത് കൊണ്ടൊന്നും പുളിയനുറുമ്പിനെ ആകർഷിക്കാൻ ശരിക്കും പറഞ്ഞാൽ സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം പുളിയനുറുമ്പൊന്നും വന്നിട്ടില്ല. ഇതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഞണ്ട് വാങ്ങിയിട്ട് ഇതേപോലെ കവറിൽ കെട്ടി തൂക്കി വെച്ചു കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കെട്ടി തൂക്കി വെച്ചിട്ടാണ് കുറച്ച് ഞണ്ട് വാങ്ങിയിട്ട് ഇങ്ങോട്ടൊരു കമ്പ് ഇട്ട് കൊടുത്തു, കയറിൻ്റെ കമ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് ഇതിൽ നന്നായിട്ട് പുളിയനുറുമ്പ് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ പയർ ചെടിയിൽ നിറയെ പുളിയനുറുമ്പാണ്. കൂട് കെട്ടി താമസിക്കാൻ തുടങ്ങി. പിന്നെ ഇതാ കണ്ടോ, ഇത് പുളിയനുറുമ്പിൻ്റെ കൂടാണ്. ഈ ഞണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കിയതിന് ശേഷമാണ് ഇവിടെ പുളിയനുറുമ്പ് വന്നത് കേട്ടോ. കണ്ടോ, ഒത്തിരി പുളിയനുറുമ്പുണ്ട്. ഇതിൻ്റെ ഈ പയറിൻ്റെ മുകളിലെ മുഞ്ഞ അങ്ങനത്തെ സകല സംഭവങ്ങളും ഈ പുളിയനുറുമ്പ് വന്നതോട് കൂടിയിട്ട് പോയി, എല്ലാം ക്ലീനായി. പയറിലൊരുവിധം കീടങ്ങളും ശല്യങ്ങളൊക്കെ പുളിയനുറുമ്പ് വന്നപ്പം പോയിട്ടോ. നമ്മളിവിടെ നിന്ന് പുളിയനുറുമ്പ് മാത്രമല്ല നീറ് എന്ന് പറയും കേട്ടോ. കാരണം ഒരുപാടുണ്ട്. ഇപ്പോൾ മുഞ്ഞേൻ്റെ ശല്യമൊന്നുമില്ല, വളരെ ക്ലീനാണ് കേട്ടോ പയർ. അപ്പോൾ പയർ കൃഷിയിൽ നമ്മളെ പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ നീറ് അല്ലെങ്കിൽ പുളിയനുറുമ്പ്. ഇപ്പോൾ അത്യാവശ്യം പയറുകളും കാര്യങ്ങളൊക്കെ ഈ പയറുവള്ളിയിലെ മുകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം നന്നായി ചാണകപ്പൊടിയും കോഴിവളമൊക്കെ ഇട്ടത് കൊണ്ടുണ്ടാകുന്ന പയറാണ്. നല്ല വലിപ്പമുള്ള നീളം പയറാണ് കേട്ടോ അത്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് പയറിനെ എല്ലാവർക്കും ബാധിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുളിയനുറുമ്പ് വരാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഞണ്ട് പരീക്ഷിച്ചപ്പോഴാണ് ശരിക്കും പുളിയനുറുമ്പ് വന്നത്. ഈ ചോണൻ എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ പിന്നെ പയറിനെ ബാധിക്കുന്ന ഒരു ഭയങ്കര ശല്യമാണ് കേട്ടോ പയറിന്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് പയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പയറൊന്നും ചീത്തയായി പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പയറാണ്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ 6-7 പയർ കിട്ടിയാൽ മതി കേട്ടോ. ഒരു ദിവസത്തേക്ക് ഉപ്പേരി വയ്ക്കാൻ ഇത് തന്നെ ഉണ്ടാവും. കാരണം ഇതിന് ഭയങ്കര നീളമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 പയർ ഒരു ദിവസം മതി. അതിന് നമുക്ക് ഓരോ ദിവസവും പറിക്കാനുള്ള പയർ ഇതിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പയർ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പയറിൽ പരീക്ഷിക്കുന്ന വിദ്യകൾ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്